ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അലോവേര ജെൽ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് തികച്ചും നാച്ചുറലായിട്ട് വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട്, അതായത് അലോവേരയും പൊട്ടറ്റോയും മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെ അലോവേര ജെൽ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു അലോവേര ജെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അലോവേര എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 പീസ് അലോവേര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പൊട്ടറ്റോ, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അപ്പോൾ നമുക്ക് 2 ഉരുളക്കിഴങ്ങുമാണ് വേണ്ടത്. ഇനി ഇത് നന്നായിട്ട് തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. തീരെ തോലൊന്നും പാടില്ല. എന്നിട്ട് നന്നായിട്ട് കഴുകി നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് തന്നെ അടിച്ചെടുക്കാം. നമുക്ക് വേണ്ടത് പൊട്ടറ്റോ സ്റ്റാർച്ചാണ്. ഇനി നമുക്ക് അരച്ചെടുത്ത് ആ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് അരിച്ച് വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇതേ കണ്ടില്ലേ, ഇപ്പം നമ്മൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ആ സമയം നമുക്ക് അലോവേര റെഡിയാക്കാം. അലോവേര ഞാനൊരു 2 മണിക്കൂറോളം അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. അപ്പം നമ്മൾ കറയോടുകൂടി യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല ചൊറിച്ചിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ഫേസിലൊക്കെ ഇടുവാണെങ്കിൽ ഫേസിന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരം വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ്. നമുക്കിതിൻ്റെ ഈ ഒരു തോടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അതിനുള്ളിൽ ജെല്ല് എടുക്കാം. അപ്പോൾ ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചാണ് ജെല്ല് എടുക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ വെച്ച് എടുക്കുന്നത്. നമുക്ക് ഫേസിലൊക്കെ ഇടാനുള്ളതല്ലേ. അപ്പം നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഇതുപോലെ അലോവേര ഇങ്ങനെ വെച്ചിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അലോവേര ജെല്ല് കിട്ടും. ഇപ്പോൾ ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന അലോവേര ജെല്ല്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഓൾറെഡി ഞാൻ കറയൊക്കെ പോകാൻ വേണ്ടി കുറേ നേരം വെച്ചിരുന്നതാണ്. എങ്കിൽ പോലും നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ളതല്ലേ. അപ്പം നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാൻ തണുത്ത വെള്ളത്തിലാണ് കേട്ടോ വാഷ് ചെയ്തെടുക്കുന്നത്. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുത്താലും മതി. ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുമ്പോൾ തീരെ ഇച്ചിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളം യൂസ് ചെയ്തത്. പിന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് അത് നല്ല കഴുകി നീറ്റാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. വെള്ളമൊന്നും ഇല്ലാണ്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോൻ്റെ ആ ഒരു പൾപ്പ് അത് 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ മേലെ ഇരിക്കുന്ന വെള്ളം പോലെ ഇരിക്കുന്ന ആ ഒരു പാർട്ടില്ലേ, അത് നമുക്ക് കളഞ്ഞിട്ട് ആ ഒരു പകുതി ഭാഗം അവിടെ തന്നെ വെച്ചിട്ട് അതിലേക്ക് വേറെ വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് കൂടി വെക്കാം. നമുക്ക് പൊട്ടറ്റോ സ്റ്റാർച്ചാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച ആ ഒരു അലോവേരയുടെ ജെല്ല് നല്ലൊരു അരിപ്പ യൂസ് ചെയ്ത് അരിച്ചെടുക്കാം. ഇപ്പോൾ അതിൻ്റെ ആ ഒരു നാരൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പൊട്ടറ്റോ സ്റ്റാർച്ച് എടുക്കാൻ പറ്റുന്നൊരു ഇതിലായിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ബാക്കി വെള്ളവും കൂടെ കളഞ്ഞിട്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് ആ ഒരു മേലെയുള്ള ഒരു ബ്രൗൺ കളർ കളയണം കേട്ടോ. ഇപ്പോൾ അതിൻ്റെ അടിയിൽ പൊട്ടറ്റോ സ്റ്റാർച്ച് വന്നിട്ടുണ്ട്. നല്ല വൈറ്റ് കളറിൽ നമുക്ക് കിട്ടണം. അപ്പോൾ മേൽഭാഗത്ത് വെള്ളം ഒഴിച്ച് അതിങ്ങനെ ചരിച്ച് കളഞ്ഞാൽ മാത്രം മതി. കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ തോന്നുമെങ്കിലും ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഈ മേലുള്ള പോർഷൻ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് അതൊന്ന് ചരിച്ച് കളഞ്ഞാൽ മാത്രം മതി. അവസാനമാകുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ആ ഒരു വൈറ്റ് കളറിൽ പൊട്ടറ്റോ സ്റ്റാർച്ച് കിട്ടും. ഈ ഒരു പൊട്ടറ്റോ സ്റ്റാർച്ച് നമ്മുടെ ഫേസിലും സ്കിന്നിലും ഒക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് ആ ഒരു യങ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ പൊട്ടറ്റോ സ്റ്റാർച്ച്. അപ്പോൾ നമുക്ക് നേരത്തെ അരിച്ച് വെച്ച ആ ഒരു അലോവേര ജെല്ല് നമുക്കൊന്ന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഈ ഒരു പൊട്ടറ്റോ സ്റ്റാർച്ചും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് വന്നേനെ. ഞാനപ്പോൾ അത്രയും നേരം വെക്കാത്തത് കൊണ്ടാണ് അത്രയും തിക്കാവാത്തത്. എന്നിട്ട് നമുക്ക് ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ ഫുള്ള് പൊട്ടറ്റോ സ്റ്റാർച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. സ്കിന്നിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. പിന്നെ നമ്മൾ അലോവേര ജെല്ല് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നൊരു കളർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഞാൻ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല. അല്ലാണ്ട് ഈ പൊട്ടറ്റോ സ്റ്റാർച്ചും ഈ ഒരു അലോവേര ജെല്ലും മാത്രം മതിയാവും. നല്ല തിക്കായിട്ട് കിട്ടും. ഒരു 5 മിനിറ്റ് നമുക്ക് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
അതേ കണ്ടില്ലേ, ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂടാണ്, തണുക്കുമ്പോൾ കുറച്ചും കൂടെ ജെല്ലായിട്ട് കുറച്ചും കൂടെ തിക്നെസ്സിൽ നമുക്കിത് കിട്ടും. ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ കോൺഫ്ലോർ ചേർത്തില്ലെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. പക്ഷേ ഇത്രയും കളർ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കോൺഫ്ലോർ ചേർത്തത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഓപ്ഷണലാണ്. എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഒന്ന് മോയ്സ്ചർ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സാധാരണ കണ്ടിട്ടുണ്ട് അലോവേര ജെൽ ഉണ്ടാക്കുന്ന വീഡിയോസിലൊക്കെ ചൈന ഗ്രാസ് അല്ലെങ്കിൽ നമ്മുടെ ജെലാറ്റിനൊക്കെ ആഡ് ചെയ്യുന്നത്. പക്ഷേ അത് എത്രമാത്രം സ്കിന്നിന് നല്ലതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ പൊട്ടറ്റോ സ്റ്റാർച്ചൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.